മലയാളം സിനിമയിലും ടെലിവിഷൻ പരമ്പരകളിലും പ്രവർത്തിക്കുന്ന അഭിനേത്രിയും ശബ്ദലേഖികയുമാണ് വീണ ആന്റണി. ഒരു കഥയും കുഞ്ഞു പെങ്ങളും എന്ന ദൂരദർശൻ ടി.വി. പരമ്പരയിലൂടെയാണ് വീണ ആദ്യമായി ദൃശ്യമാധ്യമ കലാരംഗത്തെത്ത് പ്രശസ്തയാകുന്നത്. 1990കളിൽ അഭിനയരംഗത്തേക്ക് പ്രവേശിച്ചു. ഓമനത്തിങ്കൾ പക്ഷി, മായാസീത, എന്റെ മാനസപുത്രി, ആട്ടോഗ്രാഫ്, തപസ്യ തുടങ്ങിയ പ്രശസ്ത പരമ്പരകളിൽ വീണ അഭിനയിച്ചിട്ടുണ്ട്. ഗോഡ് ഫാദർ എന്ന 1991ൽ പുറത്തിറങ്ങിയ മലയാള സിനിമയിലൂടെ ചലച്ചിത്ര അരങ്ങേറ്റം നടത്തി. എറണാകുളം ജില്ലയിൽ മനുങ്ങൽ എന്ന ഗ്രാമത്തിൽ ഒരു ഇടത്തരം ക്രിസ്തീയ കുടുംബത്തിൽ 1972 ജനുവരി 19 ആന്റണിയുടെയും ശോശാമ്മയുടെയും 3 പെൺമക്കളിൽ രണ്ടാമത്തെ മകളായി ജനിച്ചു. തടിക്കച്ചവടക്കാരനായിരുന്നു ആന്റണി. പ്രാലിലെ ഗാർഡിയൽ ഏഞ്ചൽ സ്കൂളിൽ ചേർത്തു. ചെറുപ്രായത്തിൽ അഭിനയത്തിനു കമ്പമുണ്ടായിരുന്നു. ടെലിവിഷൻ, സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്ന മനോജ് നായരാണ് ഭർത്താവ്. ആരോമൽ എന്ന മകൻ അഭിനയരംഗത്തുണ്ട്. മമ്മൂട്ടി അഭിനയിച്ച കനൽക്കാറ്റ് എന്ന ചിത്രത്തിലാണ് വീണ ആദ്യമായി അഭിനയിക്കുന്നത്. യാദൃശ്ചികമായി കിട്ടിയ ഒരു അവസരമായിരുന്നു അതെന്ന് നിരവധി അഭിമുഖങ്ങളിൽ വീണ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യോദ്ധ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ സഹോദരിയായി അഭിനയിച്ചു. വീണ ആന്റണിക്ക് 52 വയസ്സ്. അവളുടെ ഉയരം 5 അടി 3 ഇഞ്ച്, ഭാരം ഏകദേശം 70 കിലോയുമാണ്. അവളുടെ ശരീര അളവുകൾ മുലകളുടെ വലിപ്പം, അരക്കെട്ടിന്റെ വലിപ്പം, ചന്തികളുടെ വലിപ്പം എന്നിവ യഥാക്രമം 34, 34, 36 എന്നിങ്ങനെയാണ്. അവളുടെ മുലകളുടെ വലിപ്പം 34 ബി, അരക്കെട്ടിന്റെ വലിപ്പം 34 ഇഞ്ച്, ചന്തികളുടെ വലിപ്പം 36 ഇഞ്ച്. മലയാളം സിനിമയിലും ടെലിവിഷൻ പരമ്പരകളിലും പ്രവർത്തിക്കുന്ന അഭിനേത്രിയും ശബ്ദലേഖികയുമാണ് വീണ ആന്റണി. ഒരു കഥയും കുഞ്ഞു പെങ്ങളും എന്ന ദൂരദർശൻ ടി.വി. പരമ്പരയിലൂടെയാണ് വീണ ആദ്യമായി ദൃശ്യമാധ്യമ കലാരംഗത്തെത്ത് പ്രശസ്തയാകുന്നത്. 1990കളിൽ അഭിനയരംഗത്തേക്ക് പ്രവേശിച്ചു. ഓമനത്തിങ്കൾ പക്ഷി, മായാസീത, എന്റെ മാനസപുത്രി, ആട്ടോഗ്രാഫ്, തപസ്യ തുടങ്ങിയ പ്രശസ്ത പരമ്പരകളിൽ വീണ അഭിനയിച്ചിട്ടുണ്ട്. ഗോഡ് ഫാദർ എന്ന 1991ൽ പുറത്തിറങ്ങിയ മലയാള സിനിമയിലൂടെ ചലച്ചിത്ര അരങ്ങേറ്റം നടത്തി. എറണാകുളം ജില്ലയിൽ മനുങ്ങൽ എന്ന ഗ്രാമത്തിൽ ഒരു ഇടത്തരം ക്രിസ്തീയ കുടുംബത്തിൽ 1972 ജനുവരി 19 ആന്റണിയുടെയും ശോശാമ്മയുടെയും 3 പെൺമക്കളിൽ രണ്ടാമത്തെ മകളായി ജനിച്ചു. തടിക്കച്ചവടക്കാരനായിരുന്നു ആന്റണി. പ്രാലിലെ ഗാർഡിയൽ ഏഞ്ചൽ സ്കൂളിൽ ചേർത്തു. ചെറുപ്രായത്തിൽ അഭിനയത്തിനു കമ്പമുണ്ടായിരുന്നു. ടെലിവിഷൻ, സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്ന മനോജ് നായരാണ് ഭർത്താവ്. ആരോമൽ എന്ന മകൻ അഭിനയരംഗത്തുണ്ട്. മമ്മൂട്ടി അഭിനയിച്ച കനൽക്കാറ്റ് എന്ന ചിത്രത്തിലാണ് വീണ ആദ്യമായി അഭിനയിക്കുന്നത്. യാദൃശ്ചികമായി കിട്ടിയ ഒരു അവസരമായിരുന്നു അതെന്ന് നിരവധി അഭിമുഖങ്ങളിൽ വീണ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യോദ്ധ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ സഹോദരിയായി അഭിനയിച്ചു. വീണ ആന്റണിക്ക് 52 വയസ്സ്. അവളുടെ ഉയരം 5 അടി 3 ഇഞ്ച്, ഭാരം ഏകദേശം 70 കിലോയുമാണ്. അവളുടെ ശരീര അളവുകൾ മുലകളുടെ വലിപ്പം, അരക്കെട്ടിന്റെ വലിപ്പം, ചന്തികളുടെ വലിപ്പം എന്നിവ യഥാക്രമം 34, 34, 36 എന്നിങ്ങനെയാണ്. അവളുടെ മുലകളുടെ വലിപ്പം 34 ബി, അരക്കെട്ടിന്റെ വലിപ്പം 34 ഇഞ്ച്, ചന്തികളുടെ വലിപ്പം 36 ഇഞ്ച്. മലയാളം സിനിമയിലും ടെലിവിഷൻ പരമ്പരകളിലും പ്രവർത്തിക്കുന്ന അഭിനേത്രിയും ശബ്ദലേഖികയുമാണ് വീണ ആന്റണി. ഒരു കഥയും കുഞ്ഞു പെങ്ങളും എന്ന ദൂരദർശൻ ടി.വി. പരമ്പരയിലൂടെയാണ് വീണ ആദ്യമായി ദൃശ്യമാധ്യമ കലാരംഗത്തെത്ത് പ്രശസ്തയാകുന്നത്. 1990കളിൽ അഭിനയരംഗത്തേക്ക് പ്രവേശിച്ചു. ഓമനത്തിങ്കൾ പക്ഷി, മായാസീത, എന്റെ മാനസപുത്രി, ആട്ടോഗ്രാഫ്, തപസ്യ തുടങ്ങിയ പ്രശസ്ത പരമ്പരകളിൽ വീണ അഭിനയിച്ചിട്ടുണ്ട്. ഗോഡ് ഫാദർ എന്ന 1991ൽ പുറത്തിറങ്ങിയ മലയാള സിനിമയിലൂടെ ചലച്ചിത്ര അരങ്ങേറ്റം നടത്തി.
എറണാകുളം ജില്ലയിൽ മനുമ്മൽ എന്ന ഗ്രാമത്തിൽ ഒരു ഇടത്തരം ക്രിസ്തീയ കുടുംബത്തിൽ 1972 ജനുവരി 19 ആന്റണിയുടെയും ശോശാമ്മയുടെയും 3 പെൺമക്കളിൽ രണ്ടാമത്തെ മകളായി ജനിച്ചു. തട്ടിക്കച്ചവടക്കാരനായിരുന്നു ആന്റണി. പ്രായിലെ ഗാർഡിയൽ ഏഞ്ചൽ സ്കൂളിൽ ചേർത്തു. ചെറുപ്രായത്തിൽ അഭിനയത്തിനു കമ്പമുണ്ടായിരുന്നു. ടെലിവിഷൻ, സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്ന മനോജ് നായരാണ് ഭർത്താവ്. ആരോമൽ എന്ന മകൻ അഭിനയരംഗത്തുണ്ട്. മമ്മൂട്ടി അഭിനയിച്ച കനൽക്കാറ്റ് എന്ന ചിത്രത്തിലാണ് വീണ ആദ്യമായി അഭിനയിക്കുന്നത്. യാദൃശ്ചികമായി കിട്ടിയ ഒരു അവസരമായിരുന്നു അതെന്ന് നിരവധി അഭിമുഖങ്ങളിൽ വീണ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യോദ്ധ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ സഹോദരിയായി അഭിനയിച്ചു. വീണ ആന്റണിക്ക് 52 വയസ്സ്. അവളുടെ ഉയരം 5 അടി 3 ഇഞ്ച്, ഭാരം ഏകദേശം 70 കിലോയുമാണ്. അവളുടെ ശരീര അളവുകൾ മുലകളുടെ വലിപ്പം, അരക്കെട്ടിന്റെ വലിപ്പം, ചന്തി